നിലമ്പൂരിൽ പ്രചാരണം ശക്തമാകുമ്പോഴും PV അൻവറിനെ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ തർക്കത്തിന് അവസാനമാകുന്നില്ല. അൻവറിന് എക്കാലത്തേക്കും UDF വാതിൽ കൊട്ടിയടച്ചിട്ടില്ല എന്ന കെ സുധാകരന്റെ നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തള്ളി. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് മറുപടിയില്ല എന്നാണ് വിശദീകരണം. തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ചയുണ്ടാകുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്കാണ് ആദ്യം. കൈപിടിച്ച് എന്നോടൊപ്പം വളർന്ന അൻവർ അദ്ദേഹം ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിലെ പതനത്തിലേക്ക് എത്താൻ പാടില്ലായിരുന്നു എന്ന് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ തള്ളിയിട്ടില്ല, അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. ഇനി അദ്ദേഹം തിരിച്ചു വരണ്ട എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. നാളത്തെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്ക് ഇപ്പം പറയാൻ കഴിയില്ല. ഞാൻ ജോലിസിനൊന്നുമല്ല. നാളെ ചർച്ച ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. ഇന്നലെ സുധാകരേട്ടൻ പറഞ്ഞത് എന്താണെന്ന് ഞാനും കേട്ടു. അതാണെന്നല്ലോ ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചർച്ചയുടെ എല്ലാ വാതിലും അടച്ചു. UDF തീരുമാനിച്ചാണ്. ഒരു ചർച്ചയില്ല. അല്ല, ഒരു ചർച്ചയില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. പിന്നെ നിങ്ങൾ വേറെ ഓരോരുത്തരുടെ എല്ലാവരും പറയുന്നതിനും മറുപടി ഞാൻ പറയണം. വി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. നോ നോ നോ. യെസ്, ബി ദിലീപ് കുമാർ വിവരങ്ങൾ നൽകും നിലമ്പൂരിൽ നിന്ന്. ദിലീപ്, ഇവിടെ VD സതീശൻ UDF ചെയർമാൻ ഇത് ഞാനാണ് പറയുന്നത്, ഇനി ചർച്ചയില്ല എന്ന് പറഞ്ഞ് അത്തരം ചോദ്യങ്ങൾ തന്നെ ആ ചോദ്യങ്ങളോട് തന്നെ വളരെ രൂക്ഷമായി പ്രതികരിക്കുകയാണ്. അപ്പോൾ PV അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്നൊക്കെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ സംശയം പ്രകടിപ്പിക്കുമ്പോഴും അത്തരം ചർച്ചകൾ നടക്കുന്നു എന്ന് കേൾക്കുമ്പോഴുമാണ് VD സതീശൻ ഇനി ചർച്ചയേ ഇല്ല എന്ന് വളരെ ഒരു ഏതെങ്കിലും ഒരു തരത്തിൽ സംശയത്തിന് ഇടനല്ലാത്ത തരത്തിൽ വിശദീകരിക്കുന്നു. അപ്പോൾ ഇക്കാര്യത്തിലും PV അൻവറിനോടുള്ള സമീപനത്തിൽ ഇപ്പോഴും ഈ ഘട്ടത്തിലും കോൺഗ്രസിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്ന് തന്നെയാണ് ഈ പ്രതികരണങ്ങളൊക്കെ തെളിയിക്കുന്നത്, അല്ലേ? വിജയകുമാർ, PV അൻവർ വിഷയം UDFന് വിട്ടകലുന്നില്ല എന്ന് തന്നെയാണ് ഈ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ എരുമമുണ്ടയിൽ UDFന്റെ പൊതുയോഗത്തിലാണ് കെ സുധാകരൻ അൻവറിനോടുള്ള നിലപാട് വ്യക്തമാക്കിയത്. അൻവറിന് UDFന്റെ വാതിലുകൾ അടച്ചിട്ടില്ല, ആ വിഷയം അടഞ്ഞ അധ്യായമല്ല എന്നാണ് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ അവിടെ UDF യോഗത്തിൽ പറഞ്ഞത്. ഇപ്പോൾ അൻവർ നടക്കുന്ന അദ്ദേഹത്തിന്റെ ആ പോക്കിൽ അദ്ദേഹത്തിന് സങ്കടമുണ്ട്, കെ സുധാകരന് സങ്കടമുണ്ട് എന്നുകൂടി ഇന്നലെ പറഞ്ഞിരുന്നു. എന്നാൽ അതിനോടുള്ള പ്രതികരണമാണ് പിന്നീട് രമേശ് ചെന്നിത്തലയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും നടത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് നാളത്തെ കാര്യം ഇപ്പോൾ പറയാനാകില്ല എന്നാണ്. VD സതീശനാകട്ടെ നേരത്തെയുള്ള അദ്ദേഹത്തിന്റെ നിലപാട് PV അൻവർ UDFിലേക്ക് വരുന്നതിനോടുള്ള എതിർപ്പുള്ള നിലപാടായിരുന്നു. ആ നിലപാട് തുടരുന്നു എന്ന് മാത്രമല്ല, നിലപാട് ഇപ്പോൾ കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ്. UDFന്റെ വാതിൽ അടഞ്ഞു തന്നെ കിടക്കും PV അൻവറിന് മുന്നിൽ എന്ന് ഈ VD സതീശൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ഇനിയൊരു ചർച്ചയുമില്ല എന്ന കാര്യം കൂടി അത് അസന്ദിഗ്ധമായി തന്നെ അക്കാര്യം വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെയ്യുന്നത്. VD സതീശനാണോ ഇത്തരം കാര്യങ്ങൾ ഇനി അഥവാ UDF സ്ഥാനാർത്ഥി പരാജയപ്പെടുകയാണെങ്കിൽ ഉത്തരവാദിത്വം എന്നൊക്കെ ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആ ഉത്തരവാദിത്വമെല്ലാം താൻ ഏറ്റു എന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് VD സതീശൻ ഇന്നലെ പ്രതികരിച്ചത്. അതായത് ഈ വിഷയം ഇനി ഒരു ചർച്ചയാക്കാൻ UDFോ അല്ലെങ്കിൽ അതിന്റെ ഘടകകക്ഷികളോ തയ്യാറാകേണ്ടതില്ല എന്ന മുന്നറിയിപ്പ് കൂടിയാണ് UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് അടഞ്ഞ അധ്യായം എന്ന നിലയിൽ തന്നെ ഇനി PV അൻവറിന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി പിൻവലിക്കുന്നെങ്കിൽ തന്നെ 3 മണിക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. എന്നാൽ താൻ സ്ഥാനാർത്ഥിയായി തന്നെ ഉറച്ചു നിൽക്കും, മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്ന സന്ദേശം തന്നെയാണ് PV അൻവർ ഇപ്പോഴും നൽകുന്നത്. ഓട്ടോറിക്ഷ, കത്രിക തുടങ്ങിയ ചിഹ്നങ്ങൾ അതിന്റെ പ്രിഫറൻസ് അനുസരിച്ച് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷ ചിഹ്നമാണ് പ്രധാനമായും അതിൽ ഒന്നാമത്തെ പ്രിഫറൻസായി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. 3 മണിക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കും. വിജയകുമാർ. യെസ്, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇനി അൻവറുമായി ചർച്ചയേ ഇല്ല എന്ന് VD സതീശൻ വ്യക്തമാക്കുന്നു. പക്ഷേ ചർച്ചയുടെ സാധ്യതകൾ എന്നേക്കുമായി അടഞ്ഞു എന്ന് പറയാൻ രമേശ് ചെന്നിത്തലയോ കെ സുധാകരനോ തയ്യാറാകുന്നില്ല. ആ ഘട്ടത്തിലാണ് ഇനി ചർച്ചയില്ല, അത് ഞാനാണ് പറയുന്നത് എന്ന് UDF ചെയർമാൻ എന്ന നിലയിൽ VD സതീശൻ ഈ 2 മുതിർന്ന നേതാക്കളെയും തിരുത്തുന്നത് എന്നതാണ് ഈ നിമിഷത്തിലെ പ്രധാനപ്പെട്ട വിവരം.